എടുത്തോണ്ട് പോകാൻ കാണിച്ച ആർജവം, ഇവിടെ കട്ടൗട്ട് എടുത്തോണ്ട് പോയി, പാലെടുത്തോണ്ട് പോയി, ഇവർക്ക് നോട്ടീസ് കൊടുക്കാൻ കാണിച്ച നോട്ടീസ് തന്നിട്ടുണ്ടല്ലേ? ഒരു സെക്കൻഡ് തന്നെ, സന്തോഷമായി. അതായത് വിദ്വേഷ പ്രസംഗവും മറ്റും നടത്താൻ പാടില്ല. ഇന്നേ വരെ അങ്ങനെ ഒരു വിദ്വേഷ പ്രസംഗവും ആരും നടത്താറില്ല. ഞങ്ങളൊക്കെ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. ഇതേപോലൊരു നോട്ടീസ് നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക്, ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്ക് പോലീസുകാർ ഈ പേപ്പറിന്റെ വിലയെങ്കിലും ഞങ്ങൾ ആണുങ്ങളുടെ ജീവിതത്തിനും ആണുങ്ങളുടെ കരിയറിനും നൽകണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് അതിശക്തമായ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടാകുന്നത്. AKMA പോലുള്ള സംഘടനകൾക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നാട്ടുകാർ കേൾക്കുന്നുള്ളൂ, ഇങ്ങനെ പ്രതിഷേധിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. വേറൊരു രീതിയിൽ മനസ്സിലാക്കുന്നില്ല. ആ പ്രതിഷേധത്തെ പോലും തടയാൻ പോലീസ് കാണുന്നത് എന്ത് അർത്ഥത്തിലാണ്? ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചു നിർത്താം. എത്രയോ സിനിമകൾക്ക് പാലഭിഷേകം നടത്താറുണ്ട്. നമ്മുടെ വിജയുടെ സിനിമ വരുമ്പോൾ ഒക്കെ നടത്താറില്ലേ? ഈ പാലഭിഷേകത്തെ ക്രിമിനലൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നല്ലതാണോ? ഒന്നുമില്ല. ഒരു പാലഭിഷേകം നടത്തുകയാണ്, അതിനെ ക്രിമിനലൈസ് ചെയ്യുന്ന ഈ ആറ്റിറ്റ്യൂഡ് എവിടെ നമ്മുടെ നാടിനെ കൊണ്ടെത്തിക്കും എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. പോലീസിൻ്റെ നടപടിയിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. പോലീസുകാർ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെന്ന പുരുഷന്മാർക്ക് നാളെ കള്ളക്കേസ് വന്നാൽ ഞങ്ങളെ പോലെ കുറച്ചുപേരെ കാണൂ എന്നവർ മറക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും. നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ, പേരും കൂടെ തന്നെ പറയാം, ഡോക്ടർ അരുൺകുമാറിനെ പോലൊരു വ്യക്തി ഹൈക്കോടതി പറഞ്ഞത് കേട്ടില്ലേ? പോലീസുകാരോട് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത്? രാഹുൽ ഈശ്വറല്ല, ഹൈക്കോടതിയിലെ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് ചോദിക്കുകയാണ്, നിങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണോ കേസ് എടുക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? എന്താ ചോദിച്ചത്? അതായത് അരുൺകുമാർ എന്ന വ്യക്തി നേരിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നൊന്നുമില്ല. പോക്സോ കേസിൽ 1-ാം പ്രതി അരുൺകുമാർ പെട്ടാൽ അദ്ദേഹം നല്ല കഴിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവരാൻ കഴിയും. നിങ്ങൾ ഈ ക്യാമറ പിടിക്കുന്ന ആരെങ്കിലുമോ നമ്മൾ ആരെങ്കിലുമോ അങ്ങനെ പെട്ടുപോയെങ്കിൽ നമ്മൾ 2 ആഴ്ച ജയിലിൽ കിടക്കും. ഞാൻ വേറെ ആരുടെയും കാര്യമല്ല, നിങ്ങളുടെ എൻ്റെയും കാര്യമാണ് പറയണേ. അതായത് നിങ്ങളോ ഞാനോ ആണ് പെട്ടുപോയതെങ്കിൽ നമ്മളൊക്കെ 2 ആഴ്ച ജയിലിൽ കിടക്കും. എന്തിന്? ഒരു തമാശ പറഞ്ഞു തരും. ആ തമാശ പെൺകുട്ടിയോട് പോലുമല്ല, വേറൊരു ആൺകുട്ടിയോട് ഒരു തമാശ രൂപയാണ്, നീ മറ്റേ ആ കുട്ടിയെ കണ്ടോ? ആ ഇല്ല, നന്നായി എന്ന തമാശ പറഞ്ഞതിന് ഞാനും നിങ്ങളൊക്കെ 2 ആഴ്ച കിടക്കും. അതായത് ഒറ്റ വരിയേ ഉള്ളൂ, പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ നാട്ടിലുണ്ട്. ആ മനോഭാവത്തിനെതിരെയാണ് പോരാട്ടം. ആ മനോഭാവത്തിനെതിരെ ശക്തമായി നിലകൊള്ളാൻ കഴിയണം. ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇന്ന് നടത്തുന്ന പ്രതിഷേധ പരിപാടി പോലീസ് തടഞ്ഞത് അത്യന്തം അപലപനീയമാണ്. നമ്മൾ ആഹ്ലാദ പ്രകടനമാണ്. നമ്മൾ ആഹ്ലാദ പ്രകടനം, എന്തിനാണ് ആഹ്ലാദ പ്രകടനം? ഷാരോണ് വേണ്ടിയുള്ള പ്രകടനമാണ്. കാര്യം ഷാരോൺ എന്ന വ്യക്തി നിങ്ങളെല്ലാം കണ്ടു കാണും. ഇതൊന്നും ഞങ്ങളുടെ വാക്കുകളല്ല കേട്ടോ, കോടതി വിധിന്യായത്തിൽ എഴുതി വച്ച വാക്കുകളാണ്. മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ സ്നേഹിച്ചു, മരണക്കിടക്കയിലും അവൻ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ എഴുന്നില്ല. 11 ദിവസം വെള്ളം കിട്ടാതെ, 11 ദിവസം വെള്ളം കുടിക്കാനാവാതെ ശരീരത്തിൻ്റെ സമസ്ത ഭാഗങ്ങളും പൊടിഞ്ഞ് ആന്തരികവയവങ്ങൾ അഴുകി മരിച്ച ആ വ്യക്തി ഗതിയില്ലാതെ അവസാനം ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വന്നതാണ്. ഇത് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജിയാണ്. അതായത് ഞാൻ പേപ്പർ വായിച്ചതും ഇതിൽ വായിച്ചതാണ്, 11 ദിവസം വെള്ളം കുടിക്കാൻ കഴിയാതെ മരിച്ചൊരു വ്യക്തിയെ അവസാനം അവൾ കോർണർ ചെയ്യപ്പെട്ടു പോയതുകൊണ്ട് ചെയ്തതാണെന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ പുരുഷന്റെ ജീവിതത്തിന്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ജീവൻ അത്ര വിലയേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.